ഒഴിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പ് കുന്നല്ലരിയുടെ ചോറിൽ നറുനെയ്യൊരു തുള്ളി ഒഴിച്ച് നന്നായി വെന്ത പരിപ്പും കൂട്ടിയോണം. ഇന്ന് നമുക്ക് പാവയ്ക്ക പാൽക്കറി വെക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കിയിരിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഈ പാവയ്ക്ക ഇതേപോലെ വട്ടത്തിൽ നല്ല കനം കുറച്ചിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവോള. ഞാൻ ഇവിടെ ഒരു മീഡിയം സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ പച്ചമുളക്, അത് നമ്മുടെ കറിയുടെ എരിവിനനുസരിച്ച് എടുക്കുക. പച്ചമുളക് എടുക്കുമ്പോൾ ഒരു പച്ചമുളക് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കറിവേപ്പില. കറിയിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഒരു മുറി തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് ഞാൻ 2-ാം പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1-ാം പാല് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങാപ്പാലിൻ്റെ അളവ് പറയുന്നത് മെഷർമെൻറ്റ് കപ്പിലല്ല ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഒരു കപ്പിലാണ് പറയുന്നത്. അത് നമ്മളൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് കൂടുതൽ പാല് നമ്മൾ 2-ാം പാലിന് എടുക്കുക. അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം നമ്മൾ 1-ാം പാലിന് എടുക്കുക. പിന്നെ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കറിയുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് വിനീഗറാണ് ചേർക്കുന്നത്. ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയോ അല്ലെങ്കിൽ വാളംപുളിയോ നമ്മൾ ചേർക്കില്ല. അത് എന്തുകൊണ്ട് നമ്മളതിന് ചേർക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിഞ്ഞിരിക്കുന്ന കറി ആയതുകൊണ്ട് ആ കറിയുടെ കളർ നമുക്ക് ശരിക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിനീഗർ തന്നെ ചേർക്കണം. പിന്നെ ഈ വിനീഗർ നമ്മൾ കറിയിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ ആ പാവയ്ക്കയുടെ കയ്പും നന്നായിട്ടൊന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സവോള എടുത്തിട്ടുണ്ട്. സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. ഞാൻ സവോളയാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ പീസായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ കടുക് ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ കറിവേപ്പില. അപ്പോൾ നമുക്ക് നോക്കിയത് അതിന് കറിയാക്കാമെന്ന്. നമുക്ക് പാൽ കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ ഈ കറി നമുക്ക് മൺചട്ടിയിൽ വെക്കാം. ഇനി ഏറ്റവും ആദ്യം നമുക്ക് ഈ മൺചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് നമുക്ക് ഏറ്റവും തന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഈ സവോളയൊക്കെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ആ സവോള നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സവോള പതുക്കെ ഒന്ന് വാടിയാൽ മതി. ഈ സവോളയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. കറി വയ്ക്കുമ്പോഴും മസാലപ്പൊടി ചേർക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതെന്തിനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഏറ്റവും ആദ്യം ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞൾപ്പൊടിക്ക് ഒരു പ്രത്യേക ഒരു കുത്തുണ്ട്. അത് ശരിക്കും എണ്ണയിൽ കിടന്ന് മുരിഞ്ഞാൽ മാത്രമേ ആ മഞ്ഞൾപ്പൊടിയുടെ കുത്ത് പോവുള്ളൂ. ബാക്കിയുള്ള മസാലപ്പൊടികൾ അങ്ങനെ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മഞ്ഞൾപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഈ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. തീ ചെറുതായിട്ട് കുറച്ച് വെക്കണം. മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. നമ്മുടെ മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് ചേർക്കേണ്ടത് 2-ാം പാലാണ്. ഈ 2-ാം പാലിൽ ഇട്ടിട്ട് നമ്മൾ ഈ പാവയ്ക്ക് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് 2-ാം പാൽ ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ചേർക്കാം. കറിയിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കറിയിലേക്ക് നമ്മൾ ആ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ആ 2-ാം പാൽ എടുക്കുമ്പോൾ നമ്മൾ അധികം പാലെടുക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്ക് വേവ് ഭയങ്കര കുറവാണ്. നമ്മൾ കൂടുതൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയിലേക്ക് ഗ്രേവി കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് മാത്രം തേങ്ങാപ്പാൽ നമ്മൾ ചേർത്താൽ മതി. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഏറ്റവും നമുക്ക് കറി വേവിക്കാം. ഈ കറി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം ഈ കറിയിലേക്ക് നമുക്ക് 1-ാം പാലും വിനീഗറും ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കറി നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കറി നമുക്കൊന്ന് ഇറക്കിയിട്ട് കൊടുക്കാം.
ഈ കറിയിലെ പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ കറിയിലെ ചാറൊക്കെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 പാല് ചേർക്കാം. ഈ കറിയിലേക്ക് പുളിക്ക് ആവശ്യത്തിന് നമുക്ക് വിനീഗർ ചേർക്കാം. അത് ആദ്യം കുറച്ച് ചേർക്കാം, അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം രണ്ടാമത് ചേർത്താൽ മതി. നമുക്ക് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഈ കറി പതുക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് തീ പതുക്കെ ഒന്ന് കൂട്ടി വയ്ക്കാം. നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും തന്നെ നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർക്കാം. ഈ കറിയിലേക്ക് നമ്മൾ ഉലുവയും കൂടി ചേർക്കുമ്പോൾ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവയ്ക്കയുടെ ചെറിയ കയ്പും ഉലുവയുടെ ചെറിയ കയ്പും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി. നമ്മുടെ ഉലുവയും ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും വേപ്പിൻ്റെ ഇലയും ചേർക്കാം. സവോള എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ചേർക്കാം. ഏറ്റവും ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. അത് നമ്മളെപ്പോഴും നമ്മൾ കാഴ്ച ഒഴിക്കുമ്പോൾ ആ ചുവന്നുള്ളി നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളറും കിട്ടും, കറിക്ക് നല്ല സ്മെല്ലും കിട്ടും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക പാൽക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണത്. പാവയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ കറി നല്ല ഇഷ്ടമാവും.